പ്രാണവായു അത്യാവശ്യമാണ് ഈ മലമൂത്ര വിസർജനം. സർക്കാർ പൊതുവിട വിസർജനം നിരോധിച്ചിരിക്കുകയാണ്. നമുക്ക് മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം ഇല്ല എന്തായാലും. സൗജന്യ റേഷൻ അരിയുണ്ട്, സൗജന്യ ചികിത്സയുണ്ട്, സൗജന്യ വിദ്യാഭ്യാസമുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഈ മലമൂത്രത്തിന് മൂത്രം ഒഴിക്കാൻ 5 രൂപ കൊടുക്കാതെ നടക്കാത്ത അവസ്ഥ കേരളത്തിൽ. ശൗചാലയം ഉണ്ട്, അസുഖങ്ങൾ പകുതി കുറയും. അതാ ഒരു തിരിച്ചറിവ് നമ്മൾ സർക്കാരൊക്കെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമസ്കാരം. കേരളത്തിൽ നിലനിൽക്കുന്ന മൂത്രക്കരം അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യക്തി ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയിരിക്കുകയാണ്. ചേട്ടാ, എന്താ പേരെന്താ? JP, ഭൂമിക്കാരൻ JP. വ്യത്യസ്തമായ പേരാണ്. എൻ്റെ പേര് ജയപ്രകാശ് ആണ്. അത് ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മൾ വിശ്വപുരനായി കാണുന്നു, തുര്യധാമം പോലെയാണ്. ബാനറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മലമൂത്രക്കരം അവസാനിപ്പിക്കണമെന്ന്. അത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിക്കാനുള്ള കാരണം? നമുക്ക് പ്രാണവായു അത്യാവശ്യമാണ് ഈ മലമൂത്ര വിസർജനം. അതിനുള്ള അത് എവിടെ പോയാലും മനുഷ്യനെ ഒഴിവാക്കില്ലാത്തതും എവിടെ ആവാം. സർക്കാർ പൊതുവിട വിസർജനം നിരോധിച്ചിരിക്കുകയാണ്. നമുക്ക് മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം ഇല്ല എന്തായാലും. അവിടെ ഉള്ളിടത്ത് പോയാൽ ചില്ലറ പൈസ, അവർ ആവശ്യപ്പെടുന്ന പൈസ പിരിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. പണം പിരിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു. പ്രാഥമിക ആവശ്യം ഓടി ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ചില്ലറ കൊടുത്തില്ല, അത് നിഷേധിക്കപ്പെടും. ഇത് സഹിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും ഇന്ന് വരെ ഓട്ടോ ഓടിച്ച് പോയിട്ടില്ല, കടയിൽ നിന്ന് ആരെങ്കിലും കുടിച്ചില്ല. ഞാൻ ഒരു പട്ടിണിക്കാരനാണ്, ഒത്താഴ പട്ടിണിക്കാരനാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. മലമൂത്ര വിസർജനത്തിന് പൈസ കൊടുക്കാനില്ല. ഇവിടെ സൗജന്യ റേഷൻ അരിയുണ്ട്, സൗജന്യ ചികിത്സയുണ്ട്, സൗജന്യ വിദ്യാഭ്യാസമുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഈ മലമൂത്രത്തിന് മൂത്രം ഒഴിക്കാൻ 5 രൂപ കൊടുക്കാതെ നടക്കാത്ത അവസ്ഥ കേരളത്തിൽ. ഇത് ഒരു ശുചീകരണ തൊഴിലാളി വയ്ക്കാൻ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. സർക്കാർ മനസ്സ് വെച്ചാൽ ഒരു ശുചീകരണ തൊഴിലാളി വയ്ക്കാം, നിസ്സാരമാണ്. കാരണം എൻ്റെ പഞ്ചായത്തിലൊരു 5 ആശുപത്രിയുണ്ട് സർക്കാർ, ഈ സൂഡോ സയൻസ് ഉൾപ്പെടെ, സിദ്ധ, ആയുർവേദം, ഹോമിയോ, ഇതിനൊക്കെ ഹോസ്പിറ്റലുണ്ട്. ഒരു ശൗചാലയമുണ്ട്, അവിടെ ഫീസ് കൊടുക്കണം. ഇവിടെ മറ്റിടത്തെല്ലാം ആവശ്യത്തിൽ നമ്മൾ വെറുതെ അസുഖം പറഞ്ഞാൽ ഒരു 100 രൂപ മരുന്ന് നമുക്ക് ആക്കും തരും. അത് ദൂരത്താണ്, അത് അനാവശ്യമാണ്. ഒരു ശൗചാലയം ഉണ്ട്, അസുഖങ്ങൾ പകുതി കുറയും. അതാ ഒരു തിരിച്ചറിവ് നമ്മൾ സർക്കാരൊക്കെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അറിയിച്ചിട്ടുണ്ട് എല്ലാ മന്ത്രിമാരും. നമ്മളെ ഇപ്പോൾ ഉള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ, സ്പീക്കർ ഉൾപ്പെടെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, ഇവരൊക്കെ ഈ ആവശ്യം ന്യായമാണ്, ഇത് അടിയന്തരം നടപ്പാക്കണമെന്ന് 13 വർഷം മുമ്പ് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അതിൻ്റെ ഈ ബോർഡിൽ കിടപ്പുണ്ട്, ആ നിവേദനം കയ്യിലിരിപ്പുണ്ട്. അവരൊക്കെ ചെയ്യാവുന്നതാണ്, ചെയ്യും എന്നാണ് പറഞ്ഞത്. ഗണേഷ് കുമാർ ഞാൻ മന്ത്രിയായി വന്നാൽ ഉറപ്പായും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം ചെയ്തില്ല. ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാവുന്നതാണോ? തീർച്ചയായിട്ടും ഇപ്പം പ്രതീക്ഷിക്കുന്നത്. ഇപ്പം മിക്കവാറും മുഖ്യമന്ത്രി പല പ്രാവശ്യം ഇമെയിൽ ചെയ്തിട്ടുണ്ട്, ഇതിന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് മാറില്ല, ഇവിടെ സെക്രട്ടേറിയറ്റിലുണ്ടാവും. കുറെ MLA ഒപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മന്ത്രിമാരാ എല്ലാവരും, ഇപ്പോഴത്തെ മന്ത്രിമാരാ. അവരെയൊക്കെ മുൻപേ അറിയിച്ചിരുന്നു. അതെ, എല്ലാവരും ഇതറിയിച്ചില്ല, ഇതും മെസ്സേജ് അയച്ചേ ഉള്ളൂ. ഫേസ്ബുക്കിൽ അവരെ എല്ലാം പേജിൽ പോസ്റ്റ് ഇട്ടു, ഇവർക്കൊക്കെ മെയിൽ ചെയ്തു. അങ്ങനെ ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്, എല്ലാവരും അറിയാത്തവരുമില്ല. എന്തായാലും വ്യത്യസ്തമായുള്ളൊരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പൊതുജനങ്ങൾക്ക് റേഷൻ അരിയും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തന്നെ സൗജന്യമായി നൽകുന്നുണ്ട്. ഈ മലമൂത്രക്കരം അത് അവസാനിപ്പിക്കണം, കേരളത്തിൽ നിന്നും തുടച്ചു നീക്കണം എന്നുള്ള വ്യത്യസ്തമായ ആവശ്യമാണ് ഭൂമിക്കാരൻ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു പൊതുപ്രവർത്തകൻ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.